വെൽക്കം ബാക്ക് ടു ഷീനുസ് ചാനൽ. ഇന്ന് ഞാൻ സ്രാവ് വറുത്തരച്ച് വെക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ ആരും മടി കാണിക്കരുത് കേട്ടോ. ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് സെൻഡ് ചെയ്യാനൊക്കെ നിങ്ങളൊന്ന് ശ്രമിക്കണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്കതിലേക്ക് ഒരു അരമുറി നാളികേരം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. അതിലോട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂണ് മുഴുവനായിട്ടുള്ള കുരുമുളകും, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി, 3-4 ചുവന്നുള്ളി, വേപ്പില ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് മീഡിയത്തിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ലോല ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറേ ടൈം എടുക്കും. അപ്പോൾ മീഡിയത്തിൽ ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് കളറൊന്ന് ചെറുതായി മാറി വരുന്ന ടൈമിൽ നമുക്കിതിൽ മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ ടൈമിൽ നമുക്ക് ഫ്ലെയിമിൽ ലോയിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ 2.5 ടീസ്പൂണും മുളകും പൊടി, കശ്മീരി ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ലോയിലിട്ടിട്ട് വേണം, മസാല ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലോയിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ആക്കി എടുക്കാൻ. ലോയിലിട്ടിട്ട് നമ്മൾ ഇളക്കിയിട്ട് അടിയിൽ പിടിക്കാനും പാടില്ല. അതേപോലെ സാവധാനം ക്ഷമയോടെ നമ്മളിത് വറുത്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ വറുത്തെടുക്കുക. ഇനി നമുക്കിത് ഒരു ഗ്രൈൻഡറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഗ്രൈൻഡറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അധികം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്രാവ് കുക്കാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു കലമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. കലം സ്റ്റൗവിൽ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ മീനിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 4 കുടംപുളി ഉണ്ടല്ലോ അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അത് ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ച് കൊടുക്കുക. 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം കേട്ടോ. എന്നിട്ട് മൂടി വെച്ചിട്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മൂടി തുറന്നതിന് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്രാവ് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വീണ്ടും സ്രാവ് ഒരു അരഭാഗം ഒന്ന് കുക്കായി ആയാൽ മതി കേട്ടോ. അങ്ങനെ കുക്കായതിൻ്റെ ശേഷം നമുക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ആ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ അരപ്പിൽ കൂടെ കുറച്ച് വെള്ളം നമ്മൾ ഒഴിക്കുമല്ലോ, അതുപോലെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് കുക്കാക്കി എടുക്കാം കേട്ടോ. മുഴുവനായിട്ട് മൂടി വെക്കണ്ട, പകുതി തുറന്നിട്ട് വേണം മൂടി വെക്കാൻ. ഇപ്പം ഒരു 1/4 ഭാഗം നമുക്ക് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ കുക്കായാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കയ്യിലിടണ്ട, ഇതേപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. അത് ചൂടായി വന്ന് ഒരു 5-6 ചുവന്നുള്ളി ഉണ്ടല്ലോ അതരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതൊന്നും മൂത്ത് വരുന്ന ടൈമിൽ അതിലോട്ട് വേപ്പില, ചുവന്ന മുളക് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്രാവ് വറുത്തെടുക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ഇതേ രീതിയിൽ വറുക്കുകയാണെങ്കിൽ നമ്മുടെ കറിയുടെ കളറ് കുറച്ച് ഡാർക്കായിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ സ്രാവിൻ്റെ കറി ഈ രീതിയിൽ വറുത്തെടുത്തിട്ട് നമ്മൾ കറി വെച്ചാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മടി കാണിക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ശ്രമിക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് വീഡിയോ കണ്ടു നോക്കൂ. അപ്പം എനിക്കും അതൊരു സപ്പോർട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ ബൈ, താങ്ക് യു.